ഔദ്യോഗിക ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം SNRS മെഡിക്കൽ മിഷൻ സെക്രട്ടറി ബഹുമാന്യനായ ഡോക്ടർ ജയദേവൻ അവർ നിർവഹിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാ നല്ലവരായ ബഹുജനങ്ങളെയും ജയജയമാനങ്ങളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീനാരായണ കാർഷിക ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ രാജനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചെമ്മനാട് ഇത് സംഘടിപ്പിക്കാൻ കാരണം ഒരു സംഘടന രൂപീകരിക്കുകയും ആ സംഘടന രൂപപ്പെടാനുള്ള കാരണം നിർദ്ധന കുടുംബത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ഒരു ശ്രീനാരായണ ആരോഗ്യ സംഘടന രൂപീകരിക്കുകയും ആ സംഘടന രൂപപ്പെടാനുള്ള കാരണം കഴിഞ്ഞ വർഷം ഓണത്തിന് ഇതിൽപ്പെട്ട രൂപീകരിക്കാതെ ഇവിടെ 15 കുടുംബങ്ങളുടെ ഓണക്കുളം കൊണ്ടുവരുന്നത്. ആ ഓണക്കുളം കൊണ്ടുവരുന്ന സമയത്ത് അതിൽ നിന്നുള്ള 200 രൂപയുടെ ഓണക്കുളം പ്രയോഗിക്കുകയും അതിൽ നിന്ന് ഞാനുള്ള വിവാഹത്തിന്റെ അടിസ്ഥാനമായി സംഘടന ഇവിടെ രൂപ കൊടുക്കുകയും അത് 2012 നിയമപരമായി രജിസ്ട്രേഷൻ നടത്തുകയും അതിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നടത്തണമെന്ന് തീരുമാനിച്ച അടിസ്ഥാനത്തിൽ അതിനോട് അനുബന്ധിച്ചു ശ്രീനാരായണ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടി സംഘടിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീനാരായണ കാര്യങ്ങളിലേക്ക് ഓരോ സോഷ്യൽ സർവീസുകളിലൂടെയും വിഷം മെഡിസിനൽ ഹോസ്പിറ്റലിലെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഈ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിയിരിക്കുന്നത് SNRS മെഡിക്കൽ മിഷൻ സെക്രട്ടറി ഡോക്ടർ ജയദേവൻ അവരാണ്. ഞങ്ങളുടെ ഈ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തുന്നതിന് തീർച്ചയായിട്ടും ശ്രീനാരായണ കാര്യങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരിലും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഈ യോഗത്തിന്റെ അധ്യക്ഷത ട്രസ്റ്റിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ പരിചയപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഏവർക്കും പരിചയമുള്ള ആളാണ്. ഈ നാട്ടുകാരനാണ് ശ്രീമതി സജീവ് ഇതിന്റെ പ്രസിഡന്റ്. ശ്രീനാരായണ കാര്യങ്ങളുടെ ആശംസിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരും സ്വാഗതം ആശംസിക്കുന്നു. ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനത്തിൽ വെങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷാഹുമാൻ എല്ലാവരും പറയുന്നത് നിർവഹിച്ചിട്ടില്ല. അദ്ദേഹം ശ്രീനാരായണ കാര്യങ്ങളുടെ ആശംസിച്ചതിലും നിങ്ങളുടെ ഓരോരുത്തരും സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം ചെമ്മനാട് മാറുന്നത് ശ്രീമതി മേഘിച്ചിന്റെ എത്താമെന്ന് പറയുന്നത് അവർ കേട്ടിട്ടില്ല എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീമതി മേഘിച്ചിന്റെയും ശ്രീനാരായണ കാര്യങ്ങളുടെ ആശംസിച്ചതിലും നിങ്ങൾ ഓരോരുത്തരും സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് ചില്ലുമല പഞ്ചായത്ത് ശ്രീമതി തന്മാർമണ്ഡലം മകളാണ്. അദ്ദേഹം ശ്രീനാരായണ കാര്യങ്ങളിൽ പ്രൊഫഷനിലും നിങ്ങളുടെ ഓരോരുത്തരും സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം ഈ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് ഓരോരുത്തരും ശ്രീനാരായണ കാര്യങ്ങളിൽ പ്രൊഫഷനിലും സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം എല്ലാ നന്ദി നമസ്കാരം. സഹായം താഴേത്തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി ഞങ്ങൾ 16 പേർ ചേർന്ന് രൂപീകരിച്ച്
രജിസ്റ്റർ ചെയ്ത് ആരംഭിക്കുന്ന ഒരു സംഘടനയാണ് ശ്രീനാരായണ കാരുണ്യവേദി ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇതിനോടനുബന്ധിച്ച് സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പും ENT ക്യാമ്പും ഉച്ചയ്ക്ക് 2 മണി മുതൽ ജനറൽ മെഡിസിൻ ക്യാമ്പും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം SN ട്രസ്റ്റ് മെഡിക്കൽ മിഷൻ സെക്രട്ടറി ബഹുമാനായ ഡോക്ടർ ജയദേവൻ അവർ നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തരമായി പങ്കെടുപ്പിക്കാൻ എല്ലാം അറിയിച്ചിട്ടുണ്ട്. എന്നിരിക്കലും സാറിന് അത്യാവശ്യമായ വസ്തുക്കൾ കൊണ്ട് ആവശ്യമുണ്ട്. സാർ സമയത്തിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് വേണ്ടി രീതിയാണ് ഈ നല്ല ചടങ്ങ്, ഈ നല്ല മുഹൂർത്തത്തിൽ നല്ല മനസ്സോടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന അദ്ദേഹത്തെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിച്ചു. ശ്രീനാരായണ കാരുണ്യവേദി ട്രസ്റ്റ് സജി, ബഹുമാനായ സെക്രട്ടറി ജി രാജൻ, ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്ത് ജനവാദ സഹോദരി ഒരു മെഡിക്കൽ ക്യാമ്പിന് പ്രസംഗത്തിനോ ഉദ്ഘാടനത്തിനോ അവിടെ രോഗനിർണയം, ചികിത്സ കഴിഞ്ഞുള്ള പുനരധിവാസം ഇതൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പക്ഷെ അതിലെല്ലാം പ്രധാനപ്പെട്ട വേറൊരു കാര്യം രോഗപ്രതിരോധം. അത് ഇന്നെല്ലാവരും മറക്കുന്നു. ഞാനും അത് മനഃപൂർവ്വം ആദ്യം മറന്നു. കാരണം എല്ലാവരും മറക്കുന്ന ഒരു സംഗതിയായിരുന്നു അത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള അങ്ങനെയാണ് ഡോക്ടർമാരെ പരിശീലിച്ചു വിടുന്നത്. പക്ഷെ ഇന്ന് പോയി അത് ലഭിച്ചു. ഇത് മലിനീകരണം അവിടെ പൈപ്പിൽ നിന്ന് വരെ വെള്ളം കുടിക്കും. ഇവിടെ കുടിക്കാൻ പോകില്ല, കുടിക്കാൻ പോകില്ല. അത് നമുക്ക് വളരെ കുറഞ്ഞു. ആ പൗരബോധം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമ്മൾ രോഗങ്ങളിൽ നിന്നും വിമുക്തരാകൂ. ഇന്ന് നമ്മൾ കൂടുതൽ ആശുപത്രികൾ ഉയർന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം, ചന്ദ്രേഷ് ഹോസ്പിറ്റലിൽ വർഷങ്ങളായിട്ട് അവിടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ എക്സ്പെൻസീവ് ഹോസ്പിറ്റൽ, ആയുഷ്, ഇങ്ങനെ ഇപ്പോൾ പുതുതായിട്ട് മെഡിക്കൽ കോളേജുകളും എല്ലാം വന്നു. എന്നിട്ടും എല്ലാ ഹോസ്പിറ്റലിലും തിരക്കാണ്. കാരണം രോഗികളുടെ എണ്ണം കൂടുന്നു. അത് കുറയ്ക്കാനും ആരും തയ്യാറാകുന്നില്ല. അത് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പരിസരം മലിനമാകാതിരിക്കണം. പരിസരം മലിനമാക്കുന്നത് ഭരണകർത്താക്കളല്ല, നാം ഓരോരുത്തരുമാണ് എന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള അഴുക്കുകൾ അടുത്ത പറമ്പിലേക്ക് കളയുന്നു, അല്ലെങ്കിൽ വഴിയോരത്ത് കൊണ്ട് കളയുന്നു. അവിടെ കിടന്നത് ചീഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ഉണ്ടാകുന്ന ദുർഗന്ധവും അതിൽ നിന്നുണ്ടാകുന്ന അണുക്കളും അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. ആ കൊണ്ടിടുന്ന ആർക്കും അത് ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ലാതെ പോയതാണ്. നമ്മളെല്ലാം രോഗത്തിന് അടിമകൾ. ഒരു ഇടയാൾ പുസ്തകത്തിൽ വായിച്ചതാണ്. ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ പറയുകയുണ്ടായി,
ആധുനിക ലോകത്തെ മനുഷ്യനെ ഏറ്റവും ദോഷമായിട്ട് ബാധിച്ചിട്ടുള്ള കണ്ടുപിടുത്തം ഏതാണെന്ന് ചോദിച്ചാൽ ഷൂസാണ്. ഷൂസ് കണ്ടുപിടിച്ചപ്പോഴേക്കും അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു. കാരണം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ കറണ്ട്, നമ്മുടെ ശരീരത്തിൽ കറണ്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ ECG എടുക്കാനാണ്. ECGയിൽ ശരീരത്തിലെ ഹാർട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന കറണ്ടുകളുടെ ആ വേവ്സാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതേപോലെ തലച്ചോറിൽ എല്ലാവരുടെയും ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ടാകുന്ന കറണ്ടുകൾ, ആ കറണ്ടിൽ എക്സ്ട്രാ കറണ്ട് നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കുമ്പോൾ അത് പുറത്തേക്ക് പോകുന്നില്ല, എർത്തില്ല നമ്മുടെ ശരീരത്തിന്. നമ്മളൊരു വീടിന് കറണ്ട് സപ്ലൈ എടുക്കുമ്പോൾ അവിടെ എല്ലാം വയർ ചെയ്ത് ലൈറ്റ് ഇട്ടു, ഉപകരണങ്ങളെല്ലാം കൊണ്ട് ഫിറ്റ് ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുന്നത് എർത്ത് കൊടുക്കും, അല്ലേ? ആ എർത്ത് കൊടുത്തില്ലെങ്കിൽ അത് ഇരിക്കുന്ന ഉപകരണമെല്ലാം അടിച്ചു. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് എർത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന മെഷീനുകളെല്ലാം പെട്ടെന്ന് കേടാകും. അപ്പം അതിന് എർത്ത് ആവശ്യമാണ്. എർത്ത് ആവശ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയിൽ ചവിട്ടി നടക്കണം. നമ്മുടെ കുട്ടികൾ ഇന്ന് തറതൊടാതെ ജീവിക്കുന്നു. നമ്മളെല്ലാവരും രാവിലെ ഷൂസ് എടുത്തിട്ട് നടക്കുന്നു, നടക്കുന്നു. ആ ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുത്തപ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എക്സ്ട്രാ കറണ്ട് താഴേക്ക് പോകുന്നു. ഒരു ദിവസം കുറേ സമയമെങ്കിലും നമ്മൾ ഭൂമിയുമായിട്ട് നമ്മുടെ കാൽപാദം തൊടണം. പക്ഷേ വേറൊരു ദുര്യോഗം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു വന്ന അന്തരീക്ഷ അല്ലെങ്കിൽ പരിസര മലിനീകരണം. നമുക്ക് ബാർഫുട്ടഡായിട്ട് ചെരുപ്പിടാതെ ഏതെങ്കിലും പാതകൾക്ക് നടക്കാൻ പറ്റുമോ? അവിടെ മുഴുക്കെ മലിനമാണ്. കോഴിന്റെ സൈഡിൽ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി പാതകത്തിൽ നടക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മുന്നേ പോകുന്ന കുട്ടിയാണ്. അവരൊരു പേപ്പർ കർഷകരാണ്. അവരെ കുഞ്ഞെടുത്ത് അതുകൊണ്ട് നാട്ടിലെ ഡസ്റ്റ്ബിനിലേക്ക് ആ രാജ്യത്ത് ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള തയ്യാറാക്കുക എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആരോഗ്യ പ്രവർത്തനത്തിൽ രോഗം വരാതിരിക്കാനുള്ള സംഗതികളെക്കുറിച്ച് ഇതേപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അതിനുള്ള ബോധവൽക്കരണം കൂടി നടത്തണം. രോഗം വന്നിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മരുന്നിൻ്റെ ഇഫക്റ്റും പാർശ്വഫലങ്ങളും കേൾക്കുന്നതിനേക്കാൾ വലുത് ഏറ്റവും പ്രധാനപ്പെട്ട രോഗം വരാതിരിക്കണം. ശ്രീനാരായണന്റെ പേര് കേട്ടതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി. എന്താണ് ശ്രീനാരായണൻ എന്നതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ആളല്ല. അത് ചരിത്രം പഠിക്കാത്തത് കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് ഗുരുവിനെ ആരാധിച്ചിരുന്ന, അംഗീകരിച്ചിരുന്ന ഒരു വലിയ ജനസമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അത് മുഴുവൻ വിവരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ചരിത്രം നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളെല്ലാം അഭ്യസ്ത വിദ്യരാണ്. ഗുരു ജീവിച്ചിരുന്നപ്പോൾ ഗുരുവിന്റെ പ്രഥമ ശിഷ്യൻ എന്ന് പറയുന്ന ശിവലിംഗസ്വാമി കൊച്ചാപ്പി പിള്ളയാണ്. ഒരു ഉന്നത കുലത്തിൽ ജീവിച്ച, സവർണ കുലത്തിൽ ജീവിച്ച ഒരു പയ്യൻ, കൊച്ചാപ്പി പിള്ള എന്ന് പറയുന്ന ആ പയ്യനാണ് ആ പ്രഥമ ശിഷ്യനായിരുന്നത്. ഗുരു ഷഡ്കം എന്ന് പറയുന്ന ഗുരുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ എഴുതിയ ശിഷ്യനാണ്, സന്യാസിനിയാണ്. പിന്നീട് സത്യവ്രത സ്വാമികൾ, അത് സത്യവ്രത സ്വാമികൾ എന്ന് പറയുന്നത് അയ്യപ്പൻ പിള്ളയായിരുന്നു. ആ അയ്യപ്പൻ പിള്ളയും ഗുരുവിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ശ്രീനാരായണ തീർത്ഥ എന്ന് പറയുന്നത് നാരായണ പിള്ളയായിരുന്നു. അപ്പൊ അങ്ങനെ അന്നത്തെ സമൂഹത്തിൽ എല്ലാ ജാതി മതസ്ഥരും അംഗീകരിച്ച ശ്രീനാരായണ ഗുരുവിനെ ഇന്ന് ശ്രീനാരായണൻ എന്ന് കേട്ടാൽ ഒരു വിഭാഗത്തിൻ്റെതാണെന്ന് മാറ്റി തിരിച്ചത് ആരാണ് എന്ന് ചിന്തിക്കാൻ ചരിത്രം പഠിക്കുക. ആ നല്ലത് നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു.
പഞ്ചായത്ത് മെമ്പർ ശ്രീമാൻ ധനവാൻ ഈ വ്യക്തിത്വങ്ങൾ ഉദ്ഘാടനം ചെയ്യുക നമ്മുടെ ആരാധന സംഘത്തിന്റെ പ്രധാനവും മെഡിക്കൽ മിഷൻ സെക്രട്ടറി സെക്രട്ടറി ഞാൻ എന്നീ പ്രസിഡന്റ് കാര്യങ്ങളുടെ ആത്മീയമാണ് പഠിച്ച പരിശോധനകൾ നമ്മുടെ നാട്ടിൽ സംഘടനകളും നമ്മുടെ നാട്ടിലെ ധാരാളം മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പക്ഷേ നമുക്കെല്ലാം പണ്ടൊന്നും ഇല്ലാത്ത പല പല അസുഖങ്ങളും അരട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ അസുഖങ്ങൾ പല ഭാഗങ്ങളിലാണ്. അപ്പോൾ മെഡിക്കൽ ക്യാമ്പെല്ലാം മെഡിക്കൽ പങ്കെടുക്കുന്ന ഡാക്ടർമാർ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ചില മണിക്കൂറോളം കാത്തിരുന്ന 100 രജിസ്ട്രേഷൻ ഫീസ് അടച്ച് കാത്തിരിക്കുന്ന ഡാക്ടർമാരാണ് നമ്മുടെ മുന്നിൽ വന്ന് ലഭിക്കാൻ നമ്മുടെ ആരോഗ്യത്തെ രക്ഷിച്ചത്. അപ്പോൾ നമ്മളതിൽ ലഭിക്കാൻ വേണ്ടി താളഞ്ഞിട്ടില്ല. അഥവാ നമ്മളെന്തെയും അത് പേരിന് പങ്കെടുത്തിട്ട് പോകുന്ന അവസരങ്ങൾ നടത്തുന്നതാണ്. പക്ഷെ അതുപോലെ ഈ ക്യാമ്പിൽ വന്ന ഡാക്ടർമാർ പരിശോധന മരുന്ന് തുടർന്ന് അതനുസരിച്ച് ആ ട്രീറ്റ്മെന്റ് തുടരുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമുക്ക് രോഗം വരുന്നതിനേക്കാൾ മുമ്പ് രോഗം വരാതിരിക്കുന്ന രീതിയിൽ നമ്മൾ ആലോചിക്കുന്നതാണ് നല്ലത്. അതായത് അതിനാവശ്യം അവയർനെസ്സാണ്. ഈ ആളുകൾക്ക് ആശ്വാസം പകരുന്ന രീതിയിൽ അവർക്ക് അപൂർവ്വം രീതിയിലുള്ള പ്രഭാഷണങ്ങൾ എന്ന രീതിയിലുള്ള ബോധവൽക്കരണമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങളൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. അപ്പം ഇതിനെല്ലാം കാരണങ്ങൾ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കുള്ള തെറ്റായ ആഹാര രീതി, വിഷാംശത്തിൽ ആഹാര രീതി, അന്തരീക്ഷ മലിനീകരണം, ശുദ്ധമല്ലാത്ത വെള്ളം, ഇതിൻ്റെ എല്ലാം പേരിലാണ് നമുക്ക് പുതിയ രോഗം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതൊന്നും കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ രീതി നമ്മൾ കൃഷി ചെയ്തിട്ട് അന്യം ഉപയോഗിക്കുകയാണ്. നമ്മൾ തമിഴ്നാട്ടിനെ ആശ്രയിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ നിന്ന് പച്ചക്കറികൾ തീർച്ചയായിട്ടും 90% വിഷാംശം കലർന്നു. അത് കഴിച്ചാണ് നമുക്ക് ഈ അസുഖങ്ങൾ നിരവധി ആളുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇന്നത്തെ വിഷാംശം കലർന്നു. അത് നമ്മൾ നിയന്ത്രിക്കണം. അത് നമ്മൾ ഇന്ന് അതിന് നമ്മൾ കാര്യാധ്വാനത്തിൽ നമ്മളായാലും വ്യായാമം ഇതിൻ്റെ എല്ലാം പേരിലാണ് നമുക്ക് മോശമായിട്ട് ആദ്യത്തെ കാര്യത്തിൽ ക്യാൻസർ അസുഖങ്ങൾ ജോയിന്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സജീവ് കുമാർ സാർ, സെക്രട്ടറി രാജൻ സാർ, മറ്റ് സഭാവാസികളാണ്. എന്നെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം കൃതജ്ഞത പറയുകയാണെങ്കിൽ കൂടിയും എനിക്ക് 1-2 കാര്യങ്ങൾ പറയാം. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന പാർട്ടിയാണ്. ഞാൻ അവിടെ ജോലിക്ക് കയറിയിട്ട് ഏകദേശം 8 കൊല്ലത്തോളം. ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ വന്നുകൊണ്ടിരുന്ന ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ അളവ്, വന്നുകൊണ്ടിരുന്ന പേഷ്യൻസിൻ്റെ എണ്ണം അന്ന് ഇപ്പോൾ ഉള്ളതിനെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു. അതിനെപ്പറ്റി ഞങ്ങൾക്കുള്ള തന്നെ ഒരു പ്രോജക്റ്റ് നടത്തിയിരുന്നു. ആ പ്രോജക്റ്റിൽ ഇപ്പോഴത്തെ ജീവിത രീതിയും ആഹാര രീതിയും ജീവിത ശൈലിയും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവുമാണ് നമുക്കുള്ള ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അതിനെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ബോധവൽക്കരണ ക്ലാസ്സും, പിന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ പല രോഗികൾക്കും അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. ഇതിൻ്റെ ലക്ഷണങ്ങൾ പുറമേ വരുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിൽ, എന്നുവെച്ചാൽ ഭീമമായ തുക ചികിത്സിക്കാൻ വേണ്ടിവരുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമുക്കത് കണ്ടെത്താൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയും അതിനു വേണ്ടിയുള്ള മുൻകരുതൽ നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് വേണ്ടിയും അത് ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇങ്ങനൊരു ക്യാമ്പ് കൂടി ഇവിടെ നടത്തിയിരിക്കുന്നത്. എൻ്റെ കടമ എന്ന് പറയുന്നത് കൃതജ്ഞത പറയുകയാണ്. ആദ്യമായി ഈ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ജയദേവൻ, SN ട്രസ്റ്റ് മെഡിക്കൽ മിഷൻ സെക്രട്ടറി, അദ്ദേഹത്തിന് ഈ ക്യാമ്പിൽ വന്നു, ഈ മീറ്റിംഗിൽ വന്നു
നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനകത്ത് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ആശംസ പറയാൻ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശകുന്തള വരുമെന്ന് പറഞ്ഞായിരുന്നു, ശ്രീമതി ശകുന്തള വരുമെന്ന് പറഞ്ഞായിരുന്നു, എത്തിയിട്ടില്ല. എങ്കിൽ പോലും ഞാൻ അവരോട് നന്ദി പറയുന്നു. പിന്നെ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ മേരി സുശീല എത്തിയിട്ടില്ല. എങ്കിൽ പോലും അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനത്തിന് വന്ന എല്ലാ ആൾക്കാർക്കും, പങ്കെടുത്ത എല്ലാവർക്കും നിങ്ങളെ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ. കൊല്ലം ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റലിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ക്യാൻസർ ENT രോഗങ്ങളെക്കുറിച്ചുള്ള പഠന ക്ലാസ് ആരംഭിക്കുകയാണ്. ബഹുമാനരായ ഡോക്ടർ രാഗരാജ്, ഡോക്ടർ SD മൂർത്തി എന്നിവർ സന്നിഹിതരായിട്ടുണ്ട്. ഈ പഠന ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർമാരെ വേദിയിലേക്ക് പ്രസിഡന്റ് പേരിൽ അർദ്ധമായി സ്വാഗതം ചെയ്തോളൂ. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും കൊയിലോൺ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ക്യാൻസർ ENT രോഗങ്ങളെക്കുറിച്ചുള്ള പഠന ക്ലാസ് ബഹുമാനനായ ഡോക്ടർമാർ ഡോക്ടർ രാഘവരാജ് R, ഡോക്ടർ SD മൂർത്തി എന്നിവർ സന്നിഹിതരാണ്. ഈ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർമാരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ രാഘവരാജ് R നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ക്യാൻസറിൻ്റെ ഓങ്കോളജിസ്റ്റാണ്, ക്യാൻസർ കോർഡിനേറ്ററാണ്, ബെൻസിഗർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഞാൻ ഇന്ന് ക്യാൻസറിനെ പറ്റി ക്യാൻസറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ രോഗനിർണയ ക്യാമ്പ് തുടങ്ങും.
കേൾക്കാമോ പറയുന്നത്? ക്യാൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ക്യാൻസർ എന്താണ് ക്യാൻസർ? നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ സാധാരണഗതിയിൽ വളരുന്നത് കൊണ്ടാണ് നമ്മൾ വളരുന്നത്. പക്ഷെ എവിടെയെങ്കിലും നിയന്ത്രണമില്ലാത്ത കോശങ്ങൾ വളരുമ്പോൾ അത് പല ചേഞ്ചസ് ഉണ്ടായി അതൊരു ക്യാൻസറായിട്ട് രൂപാന്തരപ്പെടുന്നു. ഇന്ത്യയിലെ കണക്കനുസരിച്ച് 10 ലക്ഷം ആൾക്കാരിൽ 800 മുതൽ 1000 പേർക്ക് ക്യാൻസർ വരുന്നതായിട്ടാണ് കാണുന്നത്. അതിലെ 8 ലക്ഷം പുതിയ കേസുകൾ എല്ലാ വർഷവും ഇന്ത്യയിലൊട്ടാകെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. കേരളത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 9000 പുതിയ ക്യാൻസർ കേസുകൾ എല്ലാ വർഷവും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ ആണുങ്ങളിൽ 32%, വായിലും കഴുത്തിലും വരുന്ന ക്യാൻസറാണ് 32%. പുകയില ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്യാൻസറാണ് 32%. അപ്പൊ അതിന്റെ പുകയിലുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത് നിൽക്കുന്നത് 18% ശ്വാസകോശം സംബന്ധമായ ക്യാൻസറാണ് രണ്ടാമത്. സ്ത്രീകളിൽ 34% ഗർഭാശയ സംബന്ധമായ ക്യാൻസറാണ് കാണുന്നത്. 20% ബ്രസ്റ്റ് സ്തനാർബുദം കാണുന്നു. പിന്നെ 10% ആമാശയം, കുടൽ എന്നിവയിലുണ്ടാകുന്ന ക്യാൻസർ. മൊത്തം ക്യാൻസറുകളുടെ 30 മുതൽ 50% വരെ പുകയിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഓരോ അവയവങ്ങളിൽ വരുന്ന ഇത് ബ്രസ്റ്റ്, കുടൽ, കുടൽ, പിന്നെ മൂത്രസഞ്ചി, പ്രോസ്റ്റേറ്റ്, അങ്ങനെ ഓരോ അവയവങ്ങളെ കാണിച്ച പടം എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ്, ഇതൊരു നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നിയന്ത്രണമില്ലാതെ വളരുന്നതിന്റെ ഒരു ചിത്രമാണ് ഈ നടുക്ക് കാണുന്നത്. അത് ഇങ്ങനെ ശരീരത്തിന്റെ ബേസിലേക്ക് വന്നിട്ട് മുകളിലോട്ട് മുഴയായിട്ട് വരുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെ മുകളിലോട്ട് വരുന്ന മുഴയായിട്ട് വരുന്നത്. ഈ കാണുന്നതൊക്കെ കോശങ്ങൾ നിയന്ത്രണമില്ലാതെ വളരുന്നതായിട്ടുള്ള മാരകമായ അസുഖമാണ് അത്. പക്ഷേ അതിന് ഒരുപാട് പ്രതിവിധികൾ ഉണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ? നിങ്ങൾ ഇതിന് ക്യാൻസർ വരുന്നതിന് മുന്നോടിയായി പല ലക്ഷണങ്ങൾ ഒരു രോഗിക്ക് ഉണ്ടാകാം. അത് നമ്മൾ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ അത് എന്താണെന്ന് വെച്ചുകൊണ്ടിരിക്കാതെ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എവിടുന്നെങ്കിലും ഒരു ബ്ലീഡിങ്, പിന്നെ നമ്മൾ ഒരു മുഴ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊലിപ്പുറത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും മുഴയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോഴാണ് അത് പ്രശ്നമുള്ള ഒന്ന് എടുത്ത് ബയോപ്സി എന്ന് പറയും. അതിലൊരു ഭാഗം എടുത്ത് പരിശോധിക്കുമ്പോൾ അത് പ്രശ്നമുള്ളതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചില അവയവങ്ങൾ ബാധിക്കുന്ന ക്യാൻസറുകൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് വഴി തന്നെ ക്യാൻസറിന്റെ അസുഖത്തിന്റെ ഓരോ അവയവത്തിനെ ബാധിക്കുന്ന പേരുകൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ക്യാൻസർ പല ശരീരത്തിലെ മിക്ക അവയവങ്ങളും ക്യാൻസർ വരാവുന്നതാണ്. മുമ്പേ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വരുന്ന അവയവങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ് ക്യാൻസറിന്റെ കാരണങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞു 30% പുകവലി, ആൽക്കഹോൾ, മദ്യവും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. പുകവലിക്കാണ് ഡയറക്റ്റ് ആയിട്ട് ക്യാൻസർ വരാനുള്ള കൂടുതൽ സാധ്യത. ക്യാൻസർ പുകവലിക്കുന്നതുകൊണ്ട് 17,20,000 ക്യാൻസർ മരണങ്ങൾ ലോകത്ത് സംഭവിക്കുന്നതായിട്ടാണ് പുകവലി കാരണം കണക്കാക്കപ്പെടുന്നത്. 19,000 ക്യാൻസർ ഡെത്തുകൾ മദ്യം കൊണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ പൊതുവെ പുകവലിക്കുന്നവരിലാണ് ക്യാൻസർ മരണങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൂടുതൽ കാണുന്നത്. മദ്യം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള അസുഖം, ലിവറിനൊക്കെ അസുഖം വന്നിട്ട് അത് പലർക്കും ക്യാൻസർ ആയിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ മദ്യം പുകവലി ഏറ്റവും ദോഷം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇൻഫെക്ഷൻ, പിന്നെ രണ്ടാമത് 30% പുകവലി
പിന്നുള്ള 30-35% നമ്മളുടെ ആഹാര രീതി കൊണ്ട് ശരിയായ ആഹാരം, ബാലൻസ്ഡ് ആയിട്ടുള്ള ആഹാരം ഇല്ലാത്തവർക്ക്, അൺബാലൻസ്ഡ് ആയി നമ്മുടെ ക്യാൻസറുകൾ, വ്യായാമമില്ലായ്മ, കൂടുതൽ ഫാറ്റുള്ള ഡയറ്റ്, കൊഴുപ്പ് കൂടുതലായിട്ടുള്ള ഡയറ്റ് ആഹാരം ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ വ്യായാമം കുറവുള്ളവർക്കും ഒക്കെ ഒരുപാട്, അതായത് ആമാശയം, സ്തനം, ബ്രസ്റ്റ് ഒക്കെ കുടലുകളുള്ള ക്യാൻസർ വരാൻ അതിനൊരു കൂടുതൽ ശതമാനം ശരിയായിട്ടുള്ള ആഹാരം ക്രമീകരണങ്ങൾ ഇല്ലാത്തവർക്ക്, വ്യായാമം ഇല്ലാത്തവർക്കും ക്യാൻസറുകൾ വരാനുള്ള സാധ്യത ഒരുപാട്. ഉപകരണങ്ങൾ മറ്റുള്ളവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശുദ്ധിയാക്കിയിട്ടുള്ളതാണോ, അത് സ്റ്റെറൈൽ ആണോ എന്ന് അത് വളരെ ഗർഭാശയ മുഖത്തിന്റെ ക്യാൻസറുകൾ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ